നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സാംസ്കാരിക പൈതൃകവും വൈവിധ്യമാർന്ന മതവിശ്വാസങ്ങളും നിലനിൽക്കുന്ന ദക്ഷിണേഷ്യൻ മണ്ണിൽ നിന്ന് ആശങ്കാജനകമായ ഒരു വാർത്ത പുറത്തു വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഹിന്ദു ജനസംഖ്യയുള്ള രാജ്യം. എന്നാൽ അവിടെയുള്ള ഹൈന്ദവ സമൂഹം കാലക്രമേണ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഇന്ത്യയുടെ തൊട്ടടുത്ത അയൽരാജ്യമായ ബംഗ്ലാദേശിനെ കുറിച്ചാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യയുടെ ചരിത്രപരമായ തകർച്ചയെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ സാമൂഹിക, രാഷ്ട്രീയ, ജനസംഖ്യാപരമായ കാരണങ്ങളെക്കുറിച്ചും നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വസിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. തൊട്ടു പിന്നിൽ നേപ്പാളും. എന്നാൽ മൂന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണെന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം തെറ്റാറുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ബംഗ്ലാദേശിലാണ് ലോകത്തെ മൂന്നാമത്തെ വലിയ ഹൈന്ദവ ജനവിഭാഗം വസിക്കുന്നത്. 2022 സെൻസസ് പ്രകാരം ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ 7.95%, അതായത് ഏകദേശം 1.3 കോടിയിലധികം ആളുകൾ ഹിന്ദുക്കളാണ്. എന്നാൽ ഈ കണക്കുകൾക്കപ്പുറം ഭയപ്പെടുത്തുന്ന മറ്റൊരു സത്യമുണ്ട്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ശതമാനക്കണക്ക് കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് കിഴക്കൻ ബംഗാളിൻ്റെ ആത്മാവായിരുന്ന ഒരു ജനത എങ്ങനെയാണ് സ്വന്തം മണ്ണിൽ അന്യവൽക്കരിക്കപ്പെടുന്നത് എന്ന ചോദ്യം വളരെ ഗൗരവകരമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യയുടെ കുറവ് ഒരു പുതിയ പ്രതിഭാസമല്ല, മറിച്ച് 1901 മുതലുള്ള സെൻസസ് രേഖകളിൽ ഈ കുറവ് പ്രകടമാണ്. 1941 അവിഭക്ത ബംഗാളിൽ ഹിന്ദുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. എന്നാൽ 1947 വിഭജനവും തുടർന്നുണ്ടായ വർഗീയ ലഹളകളും ലക്ഷക്കണക്കിന് ആളുകളെ ഇന്ത്യയിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചു. 1941 1974 ഇടയിലുള്ള കാലയളവിലാണ് ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത്. അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് നേരിട്ട രാഷ്ട്രീയ അടിച്ചമർത്തലുകൾ ഹിന്ദുക്കളെ കൂട്ടത്തോടെ നാടുവിടാൻ പ്രേരിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മാത്രം ഹിന്ദു ജനസംഖ്യയിൽ 0.59% കുറവുണ്ടായി. ഇതിൽ ഖുൽന ഡിവിഷനിലാണ് ഏറ്റവും വലിയ തകർച്ച രേഖപ്പെടുത്തിയത്. ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ കുറയുന്നത് പ്രധാനമായും 3 കാരണങ്ങളാലാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ പ്രധാനം വിദേശത്തേക്കുള്ള കുടിയേറ്റമാണ്. സാമ്പത്തിക ഭദ്രത തേടിയും അതിലുപരി സുരക്ഷിതത്വം അന്വേഷിച്ചും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറുന്നു. ചരിത്രകാരനായ ജ്ഞാനേഷ് കുഡൈസിയുടെ നിരീക്ഷണ പ്രകാരം വിഭജനത്തിന് ശേഷം 11.4 ദശലക്ഷം ഹിന്ദുക്കൾ കിഴക്കൻ ബംഗാളിൽ അവശേഷിച്ചിരുന്നു. എങ്കിലും നിരന്തരമായ രാഷ്ട്രീയ അസ്ഥിരത അവരെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി. രാഷ്ട്രീയ ആക്രമണങ്ങളും അരക്ഷിതാവസ്ഥയുമാണ് മറ്റൊരു പ്രധാന ഘടകം. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ പലപ്പോഴും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പതനത്തിന് ശേഷം രാജ്യത്തുണ്ടായ കലാപങ്ങൾ ഇതിന് വലിയ ഉദാഹരണമാണ്. മതനിരപേക്ഷ പാർട്ടിയായ അവാമി ലീഗിൻ്റെ പിന്തുണക്കാരായി മുദ്രകുത്തപ്പെട്ട ഹിന്ദുക്കൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. ബംഗ്ലാദേശ് ഹിന്ദു, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ നൽകുന്ന കണക്കനുസരിച്ച് 50 ജില്ലകളിലായി 200ഓളം ആക്രമ സംഭവങ്ങളാണ് ഓഗസ്റ്റ് 5 ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ സമൂഹത്തിൽ വലിയ ഭീതി പടർത്തുന്നു. ജനസംഖ്യാപരമായ മറ്റൊരു ഘടകം മുസ്ലിം ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലുള്ള ജനന നിരക്കിലെ വ്യത്യാസമാണ്. 1969 നടത്തിയ പഠനങ്ങൾ മുതൽ വ്യക്തമാക്കുന്നത് ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ജനനനിരക്ക് താരതമ്യേന കുറവാണെന്നാണ്. മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ശരാശരി 7.6 കുട്ടികൾ എന്ന നിലയിലായിരുന്നപ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ അത് 5.6 ആയിരുന്നു. ആധുനിക കാലത്തും ഈ അനുപാതത്തിൽ പ്രകടമായ വ്യത്യാസം തുടരുന്നത് ജനസംഖ്യ സന്തുലിതാവസ്ഥയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലുടനീളം ഹിന്ദുക്കൾ വസിക്കുന്നുണ്ടെങ്കിലും ചില ജില്ലകളിൽ അവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ഗോപാൽഗഞ്ച് ജില്ലയിൽ 26.94%, മൗൾ വിബസാറിൽ 24.44%, താക്കൂർഗാവിൽ 22.11%, ഖുൽനയിൽ ഏകദേശം 20.75% ഹൈന്ദവ ജനസംഖ്യ. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജനസംഖ്യയിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാകുന്നത് ഗൗരവകരമായ സാമൂഹിക മാറ്റത്തിൻ്റെ സൂചനയാണ്. നിരീക്ഷകർ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കുറയുന്നത് ആ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്കും അതുപോലെ മതനിരപേക്ഷതയ്ക്കും ഏൽക്കുന്ന ആഘാതമാണ്. സാംസ്കാരികമായി ഏറെ സമ്പന്നമായ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഈ സമൂഹം ചെലുത്തിയ സ്വാധീനം വിസ്മരിക്കാനാകില്ല. എന്നാൽ ഈ നിശബ്ദ തിരോധാനം തുടർന്നാൽ ഭാവിയിൽ ബംഗ്ലാദേശ് ഒരൊറ്റ മതവിഭാഗം മാത്രം വസിക്കുന്ന രാജ്യമായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് സാമൂഹിക നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ കേവലം ഒരു മതപരമായ വിഷയമല്ല.
മറിച്ച് അത് മനുഷ്യാവകാശത്തിൻ്റെയും രാഷ്ട്രീയ നീതിയുടെയും പ്രശ്നമാണ്. തങ്ങളുടെ പൂർവികർ ജനിച്ചു വളർന്ന മണ്ണിൽ ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ആഗോള സമൂഹം ഈ വിഷയത്തിൽ പുലർത്തുന്ന നിശബ്ദത വെടിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു രാജ്യം അതിൻ്റെ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പുരോഗതി കൈവരിക്കുന്നത്. ബംഗ്ലാദേശ് അതിൻ്റെ മണ്ണിലെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുമോ അതോ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് ഒരു വലിയ ജനവിഭാഗം മാഞ്ഞു പോകുന്നത് നോക്കി നിൽക്കുമോ എന്നത് വരും കാലം തെളിയിക്കും.